ഇടതുപക്ഷ നിരീക്ഷകന്റെ അഭിപ്രായം ഇത് തന്നെയാണ് പൊതുവിൽ CPM വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടും. ഒരു ഉദ്യോഗസ്ഥന് സ്പീക്കർ അടക്കം പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാവിനെ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ പാർട്ടി ഇടപെടാനില്ല എന്ന നിലപാടാണ്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണെന്നാണ് VS സുനിൽകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. താങ്കളും അത് കേട്ട് കാണുമല്ലോ. ആഭ്യന്തര വകുപ്പ് നടത്തിയ ഒരു അന്വേഷണം കാണാനില്ല, അന്വേഷണ റിപ്പോർട്ടല്ല, അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാറമേക്കാവ് തിരുവമ്പാടി പ്രതിനിധികളുടെ മൊഴിയെടുത്തത് എവിടെ പോയി? നമ്മുടെ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണ്? VT ബൽറാം. അരുൺ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രം കേരളത്തിൽ പുതിയതായി ഉയർന്നു വന്നൊന്നല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം ആഭ്യന്തര വകുപ്പ് കയ്യിലേന്തിയ ആദ്യ നാളുകൾ തൊട്ട് ഉയർന്നു വന്ന ചോദ്യമാണ് ഈ ഭരണത്തിൽ RSSന് ഇത്രത്തോളം സ്വാധീനം എങ്ങനെയാണ് വരുന്നത് എന്ന്. നിങ്ങൾ ഓർക്കണം, അരുണൊക്കെ ഓർക്കുന്നുണ്ടാവും ഒരുപക്ഷെ, ഇപ്പോൾ വലിയ വിവാദ പുരുഷനായി നിൽക്കുന്ന P ജയരാജൻ അന്ന് CPMന്റെ കണ്ണൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. വിദ്യാലയങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് RSSന്റെ നിരവധി ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന്. ആ കത്തും ഉണ്ടായിട്ടില്ല, അതിനെ ചൊല്ലിയൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പം അന്ന് തൊട്ട് തുടങ്ങുന്നതാണ്. ആരെയാണ് പിണറായി വിജയൻ കൊട്ടിഘോഷിച്ച് കേരളത്തിന്റെ DGP ആക്കിയത്? അന്ന് ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ ആളെയാണ്. അദ്ദേഹം മുമ്പ് കേന്ദ്ര സർവീസിൽ ഇരുന്ന സമയത്ത്, കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ് മോദിക്കും അമിത്ഷായ്ക്കും പ്രിയപ്പെട്ടവനായത്, പല കേസിൽ നിന്നും അവരെ ഊരിക്കൊടുക്കാൻ സഹായിച്ചത് എന്നതൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും അന്നേ കേരളത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ്. മോദിയുടെയും അമിത്ഷായുടെയും പ്രത്യേക ദൂതൻ എന്ന നിലയിൽ ഇതാ കേരളത്തിന് ഒരു DGP വരുന്നു എന്നുള്ളത് അന്നേ ചർച്ചയായ വിഷയമാണ്. അതിനുശേഷം പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവ്, ഒരുപാട് കാലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് ഒരു പോലീസ് ഉപദേഷ്ടാവ് ഉണ്ടാകുന്നത്. ആ പോലീസ് ഉപദേഷ്ടാവായിട്ട് വെച്ചത് ആരെയാ? ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞ് ആക്രോശിച്ച രമൺ ശ്രീവാസ്തവയാണ്. അപ്പോൾ RSSന് ഈ ഭരണത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനിലുള്ള സ്വാധീനം തുടങ്ങിയത് ഇപ്പോൾ ഈ അജിത് കുമാറിലൂടെ ഒന്നല്ല. അജിത് കുമാർ ആ കണ്ണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആളെന്ന് മാത്രമാണ്. ബെഹ്റ റിട്ടയർ ചെയ്തപ്പോൾ ബെഹ്റയെ വലിയ ലുക്രറ്റീവ് ആയിട്ടുള്ള മറ്റൊരു പോസ്റ്റിൽ വെച്ചു. അതിനുശേഷം ഇതാ ഇപ്പോൾ പോലീസിൽ നേരിട്ട് ഇടപെടുന്നതിന് വേണ്ടി ഒരു അജിത് കുമാർ അവതരിച്ചിരിക്കുന്നു. ആ നിലയിൽ മാത്രമേ നമുക്കതിന് കാണാൻ സാധിക്കുള്ളൂ. ഇതൊരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ RSSന് സ്വാധീനമുള്ള, RSS ഭരിക്കാത്ത, RSSന് സ്വാധീനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഇന്ന് ഇന്ത്യയിൽ ഏത് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ ഈ സർക്കാരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ജയരാജ്, അദ്ദേഹം ഇടത് നിരീക്ഷകൻ എന്നാണ് നിങ്ങൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള വിശേഷണമൊക്കെ നൽകുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആള്, എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തോടോ ആശയധാരയോടോ ആശയപരമായിട്ടുള്ള യോജിപ്പുള്ള ആൾ, അങ്ങനെയാണ് ഇടത് നിരീക്ഷകൻ, മറ്റേതെങ്കിലും നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശേഷണങ്ങൾ വരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ന്യായീകരണ തൊഴിലാളിയെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ പറയേണ്ടതായിട്ട് വരികയാണ്. കാരണം ഈ മുങ്ങിത്താഴുന്ന അവസാന നിമിഷവും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം പറയുകയാണ് നമ്മളോടൊക്കെ, ഒരു 16 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിരിക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുമായിട്ട് നാളെ പത്രക്കാരെ കാണാൻ വരും. നമുക്ക് ഈ സമീപകാല അനുഭവങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ കൃത്യമായ ഒരു ഉത്തരം നൽകിയതായിട്ടുള്ള അനുഭവമുണ്ടോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിക്കാറില്ല, നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടാവാറില്ല. വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ 1 മണിക്കൂറാണെങ്കിൽ 55 മിനിറ്റ് അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ പ്രസംഗം, അവസാനം 1-2 സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾ, അത് കഴിഞ്ഞ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേൽക്കും. അതല്ലാതെ ഒരു ചോദ്യത്തിന് അദ്ദേഹം കേരളത്തിന് മറുപടി നൽകിയിട്ടില്ല. ഈ വിവാദം തന്നെ ഉയർന്നു വന്നിട്ട് എത്രയോ ദിവസങ്ങളായില്ല, ഒരു മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യല്ലേ. ഞങ്ങൾ ആരും ഉയർത്തിക്കൊണ്ടുവന്നല്ലോ ഈ ഘട്ടത്തിൽ, ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും സഹപ്രവർത്തകനായിട്ടുള്ള, അനുയായിയായിട്ടുള്ള ഒരു ഭരണപക്ഷ MLA പറയുന്നു. അതിനുശേഷം ഭരണപക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പറയുന്നു, ആ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നു, മുന്നണി യോഗത്തിൽ ഇത് ചർച്ചയാവുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അടക്കം, LDF കൺവീനർ ആയിട്ടുള്ള TP രാമകൃഷ്ണൻ, ശ്രീ രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇതിനെ തള്ളി പറഞ്ഞിട്ടും പല രീതിയിൽ അവർക്ക് പരിധിക്കകത്ത് വെച്ചുകൊണ്ട് അവരുടെ നീരസവും ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പ്രകടിപ്പിച്ചിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ 2005 പ്രകാശ് സിംഗ് കേസിൽ ഞാനതിന്റെ സെൻകുമാറിനെ എങ്ങനെയാണ് മാറ്റിയത്? സെൻകുമാറിനെ മാറ്റി വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനിടയായ ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധിയുടെ ഒരു തുടർച്ച 2017 ഒന്നാം പിണറായി സർക്കാർ അനുഭവിച്ചതാണ്. ഇനി അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ പഴുതടച്ചൊരു അന്വേഷണം നടത്തി
ഈ M.R. അജിത് കുമാറിനെതിരെ ഒരു നടപടി എടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരുതിയിരിക്കുന്നതെങ്കിലോ? അതുമായി ബന്ധപ്പെട്ടൊരു SIT തീരുമാനിച്ചു, DGP തന്നെ മേൽനോട്ടം വഹിക്കുന്നു. അതിലേക്ക് RSS നേതാവിനെ കണ്ടതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നു. ഇതുകൂടാതെ PV Anwar MLA ഉന്നയിച്ചൊരു വിഷയത്തിൽ സ്വന്തം വകുപ്പിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സർക്കാർ. അപ്പോൾ ചട്ടപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ VT ബൽറാം? ഞാൻ ആ പോയിന്റിലേക്കാണ് വന്നിരുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം ആൻസർ ചെയ്യേണ്ട ചോദ്യം, ഈ RSS നേതാവിനെ കണ്ടത് ഒരു തെറ്റാണ് എന്നുള്ള നിലപാട് CPM എന്ന് പറയുന്ന പാർട്ടിക്കും ആ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ആ പാർട്ടിയുടെ തന്നെ ഭാഗമായിട്ടുള്ള സ്പീക്കർ ഷംസീർ പറയുന്നത് ഇതിൽ വലിയ അപാകതയൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരുടെ പ്രതിനിധി അല്ലെങ്കിൽ നിരീക്ഷകനായിട്ടുള്ള ആളുകളടക്കം അവരുടെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്ന അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അല്ലാതെ ഭരണപരമായിട്ടുള്ള പ്രശ്നമല്ല. ഇവിടെ ഈ പറയുന്ന ADGP എന്ന് പറയുന്ന ഇന്ത്യൻ പോലീസ് ഫോഴ്സിലെ IPS ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് പോലും അല്ല ആവശ്യപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണമെന്നോ ഗോൾവാൾക്കരുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടാണോ, അതല്ല ADGP എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായ ആവശ്യത്തിന് ഈ RSS നേതാവിനെ കണ്ടതാണോ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്? ഞാൻ അതിലേക്ക് വരാം, എനിക്ക് സമയം തരണം. ഞാൻ പറഞ്ഞ പോയിന്റ് പൂർത്തീകരിച്ചതിന് ശേഷം അരുൺ ഇപ്പം ചോദിച്ച ഈ സബ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് സംഘപരിവാർ കൈയടക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളെ വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ CPMന്റെ നിരവധിയായിട്ടുള്ള നേതാക്കൾ, ഇപ്പോൾ ഞാൻ ഇന്ന് പങ്കെടുത്തത് ഇരിങ്ങാലക്കുടയിലെ ഒരു പരിപാടിയിലാണ്. ഇരിങ്ങാലക്കുടയിലെ ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ തവണ MLA ആയിരുന്ന CPMന്റെ നേതാവ് അരുണൻ മാഷ്, അദ്ദേഹം ഇതേപോലെ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംഘപരിവാർ ക്യാപ്ചർ ചെയ്യാണ്. പോലീസ് പോലുള്ള ഒരു സംവിധാനത്തെ അതിന്റെ ഏറ്റവും തലപ്പത്ത് ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതിനെക്കുറിച്ച് അരുൺ, ഞാൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റുന്നതിന് ഒരു പ്രോട്ടോകോളും തടസ്സമല്ല. അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ആഭ്യന്തര വകുപ്പിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ചുമതലയിലേക്ക് മാറ്റുന്നതിന് പിണറായി വിജയന്റെ ഒരൊറ്റ ഒപ്പ് മാത്രം മതി. ആ ഒപ്പ് എന്തുകൊണ്ട് ഇതുവരെയായിട്ടും വരുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് ഈ സിസ്റ്റത്തെ മുഴുവൻ RSS ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ അവരുടെ ഒരു പാവ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്, കേരളത്തിൽ വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നത്. അതിനെ ഡൈവേർട്ട് ചെയ്ത് ഇതാണ് കോർ ഇഷ്യൂ. ശരി.